അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ മിഷ്കാത്ത് ഖുർആൻ പഠന പദ്ധതിയുടെ ശ്രോതാക്കളെ, പഠിതാക്കളെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ഖാഫിൻ്റെ 27 ആയത്തുകൾ നമ്മൾ തജ്വീദം അനുസരിച്ച് ഓതാനുള്ളത് പഠിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ സൂറത്തു ഖാഫിൻ്റെ 28-ാമത്തെ ആയത്ത് മുതൽ 40 വരെയുള്ള ആയത്തുകളുടെ തജ്വീദ് നിയമങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ലാ തഖ്തസിമൂ ലദയ്യ വഖദ് ഖദ്ദംതു ഇലൈക്കും ബിൽ വഈദ്. അവിടെ തഖ്തസിമു സ്വാദ് പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയുക. ഇലൈക്കും ബിൽ വഈദ്. അവിടെ ഇലൈക്കും സുക്കൂനുള്ള മീമിന് ശേഷം ബാ വരുമ്പോൾ അവിടെ ഇഖ്ലാബു ശഫവി എന്നുള്ള നിയമമാണ്. നമ്മൾ മീമിനെ ബായിലേക്ക് ചേർക്കുമ്പോൾ ഇഖ്ലാബാണ്, അത് മാറ്റി മറിച്ച് ഇലൈക്കും ബിൽ അങ്ങനെയാണ് ഓതേണ്ടത്. വഈദ് അവിടെ അവസാനത്തെ ദാല് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവസാനത്തെ അക്ഷരം കുത്തുബ് ജദ്ദാണ്. കൽക്കല മുഴക്കി പറഞ്ഞ് അതിനെ അവസാനിപ്പിക്കുക. അടുത്ത ആയത്ത് മാ യുബദ്ദലുൽ ഖൗലു ലദയ്യ വമാ അന ബിളല്ലാമിൻ ലിൽ അബീദ്. അവിടെ വമാ അന അവിടെ വമാ എന്ന ഭാഗത്ത് വന്നിട്ടുള്ളത് മദ് മുൻഫസ്സിലാണ്. 2 മുതൽ 3 സെക്കൻഡ് വരെ നീട്ടാവുന്നതാണ്. അവിടെ വമാ അന എന്നുള്ളതിൻ്റെ ഹംസ നമ്മൾ പ്രത്യേകം എടുത്തു പറയണം. വമാന എന്ന് പറയാതെ വമാ അന. ആ ഹംസ പുറമേ നമ്മൾ പുറത്ത് കേൾക്കുന്ന രൂപത്തിൽ ഓതണം. ബിളല്ലാമിൻ മീമിന് തൻവീനിന് ശേഷം ലാമ് വരുമ്പോൾ അവിടെ ബിലാവുന്നയാണ്. ലാമ് ഉള്ളത് കൊണ്ട് ബിലാവുന്ന നമ്മൾ മണിക്കാതെ വേണം ചേർത്ത് പറയണത്. ബിളല്ലാമില്ലിൽ അങ്ങനെ ഓതരുത്. ബിളല്ലാമില്ലിൽ അവിടെ മണിക്കാതെ ചേർത്ത് ഓതുക. അടുത്ത ആയത്ത് യൗമ നഖൂലു ലിജഹന്നമ ഹലിം തലഅതി വതഖൂലു ഹൽ മിൻ മസീദ്. അവിടെ ജഹന്നം നൂനിന് ശബ്ദ വരുമ്പോൾ നന്നായിട്ട് മണിക്കുക. ഹലിം തലഅതി എന്ന് പറയാം. തലഅതി അതിനുശേഷം ഹൽ മിൻ മസീദ്. സുക്കൂനുള്ള നൂനിന് ശേഷം മീമ് വരുമ്പോൾ നമ്മൾ പഠിച്ചതാണ് ബി ഒന്നയാണ്. മണിച്ചുകൊണ്ട് വേണം അത് പാരായണം ചെയ്യേണ്ടത്. മിൻ മസീദ് ഇത് ആ ബി ഒന്ന. അവിടെയും അവസാനത്തെ അക്ഷരം ദാലാണ്. അപ്പോൾ മുഴക്കി പാരായണം ചെയ്യുക. അടുത്ത ആയത്ത് വഉസ്ലിഫത്തിൽ ജന്നതു ലിൽ മുത്തഖീന ഗൈറ ബഈദ്. അവിടെ ജന്നത്തു നൂനിന് ശബ്ദ നന്നായിട്ട് മണിക്കുക. മുത്തഖീന ഖാഫ് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൈനും റാഉം പറയുമ്പോൾ ശ്രദ്ധിക്കുക. ബഈദ് ഐനും ശ്രദ്ധിക്കേണ്ട അക്ഷരമാണ്. ദാല് കൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ മുഴക്കി പറയുക. അടുത്ത ആയത്ത് ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ്. അവിടെ ലികുല്ലി അവ്വാബിൻ ഹഫീദ്. ബാഇന്റെ തൻവീനിന് ശേഷം ഹ ആണ് വന്നിട്ടുള്ളത്. ഹ വരുമ്പോൾ വ്യക്തമാക്കി തൻവീനെ പറയുക. അവ്വാബിൻ ഹഫീദ്. ഓക്കെ. അടുത്ത ആയത്ത് മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബി വജാഅ ബിഖൽബിൻ മുനീബ്. മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബി വജാഅ. ജാഅ എന്ന ഭാഗത്ത് മദ് മുത്തസിലാണ്. 4 മുതൽ 5 സെക്കൻഡ് നീട്ടേണ്ടതാണ്. ബിഖൽബിൻ ഖാഫ് പറയുമ്പോൾ ശ്രദ്ധിക്കുക. ഖൽബിൻ മുനീബ്. ബാഇന് തൻവീനിന് ശേഷം മീമ് വന്നു. മീമ് വരുമ്പോൾ നമ്മൾ എന്തായാലും നന്നായിട്ട് മണിച്ച് പറയുക. ഖൽബിൻ മുനീബ്. അടുത്ത ആയത്ത്
ഉദ്ഖുലൂഹാ ബിസലാമിൻ ദാലിക യൗമുൽ ഖുലൂദ്. അവിടെ ഉദ്ഖുലൂഹ ല ഉദ്ഖുലൂഹ, ദാലിന് സുക്കൂൻ വരുമ്പോൾ മുഴക്കി പറയേണ്ടതാണ്. ബിസലാം അവിടെ നിർത്താവുന്നതാണ്. നിർത്താതെ ഓതുകയാണെങ്കിൽ സലാമിൻ ദാലിക. മീമിന് തൻവീനുള്ള മീമിന് ശേഷം ദാല് വരുമ്പോൾ അവ്യക്തമാക്കുക. സലാമിൻ ദാലിക. ഓക്കെ. യൗമുൽ ഖുലൂദ് പറയുമ്പോൾ ശ്രദ്ധിക്കുക. ദാല് കൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ മണിച്ചല്ല മുഴക്കി പറഞ്ഞ് അവസാനിപ്പിക്കുക. അടുത്ത ആയത്ത് ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്. അവിടെ ലഹുമ്മ മീമിന് ഷദ്ദ് വരുമ്പോൾ നന്നായിട്ട് മണിക്കുക. യശാഊന അവിടെ ഷീനിന് ശേഷം വന്നിട്ടുള്ളത് മദ് മുത്തസിലാണ്. 4 മുതൽ 5 സെക്കൻഡ് നീട്ടണം. വലദൈന മസീദ് അവിടെ ദാലുണ്ട് അവസാനിക്കുമ്പോൾ മുഴക്കി അവസാനിപ്പിക്കുക. അടുത്തായത് വകം അഹ്ലക്നാ ഖബ്ലഹും മിൻ ഖർനിൻ ഹും അശദ്ദു മിൻഹും ബത്ശൻ ഫനഖബു ഫിൽ ബിലാദി ഹൽ മിൻ മഹീസ്. അവിടെ ഖബ്ലഹും മിൻ മീമിന് ശേഷം വീണ്ടും ഷദ്ദുള്ള മീം വന്നു. ഷദ്ദുള്ള മീം വരുമ്പോൾ നന്നായിട്ട് മണിക്കുക. അതിനുശേഷം മിൻ ഖർൻ സുക്കൂനുള്ള നൂന് ശേഷം ഖാഫ് വരുമ്പോൾ അവ്യക്തമാക്കുക. മിൻ ഖർനിൻ. അടുത്തത് ഖർനിൻ ഹും തൻവീനുള്ള നൂനിന് ശേഷം ഹാ വരുമ്പോൾ വ്യക്തമായിട്ട് ആ തൻവീന് പറയുക. ഖർനിൻ ഹും. അതിനുശേഷം മിൻഹും അശദ്ദു മിൻഹും. ആ നൂനിനെ നമ്മൾ വ്യക്തമാക്കണം, കാരണം നൂനിന് ശേഷം ഹ വന്നതുകൊണ്ട്. മിൻഹും ബത്ശ സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ഇഖ്ലാബാണ് അവിടെയും നിയമം. മീമിനെ ബായിലേക്ക് ചേർത്ത് ഓതുക. ഫനഖബു ഖാഫ് പറയുമ്പോൾ ശ്രദ്ധിക്കുക. ഹൽ മിൻ മഹീസ് സുക്കൂനുള്ള നൂനിന് ശേഷം മീം വന്നു. മിൻ മഹീസ് അവിടെ മീമ് ശബ്ദം നന്നായിട്ട് മണിക്കുക. ഇത് ആ ബിഉന്നയാണ്. മഹീസ് സ്വാദ് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ സ്വാദിൻ്റെതായിട്ടുള്ള ഒരു ഉച്ചാരണം അവിടെ വരണം. അടുത്തായിട്ട് ഇന്ന ഫീ ദാലിക ലദിക്റാ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖസ്സമഅ വഹുവ ഷഹീദ്. ഇന്ന സുക്കൂനുള്ള നൂനിന് ഷദ്ദ് വന്നു, നന്നായിട്ട് മണിക്കുക. ലിമൻ കാന സുക്കൂനുള്ള നൂനിന് ശേഷം കാഫ് വന്നു, അവ്യക്തമാക്കുക. സുക്കൂനുള്ള നൂനിനെ അവ്യക്തമാക്കുക. ലിമൻ കാന ലഹു ഖൽബുൻ ഔ സുക്കൂനുള്ള ബാഇന് ശേഷം ഹംസ വന്നു, ബാഇൻ്റെ വ്യക്തമാക്കുക. ഖൽബുൻ ഔ. അടുത്തത് വഹുവ ഷഹീദ് അവസാനത്തെ അക്ഷരം മുഴക്കിക്കൊണ്ട് അവസാനിപ്പിക്കുക. അടുത്ത ആയത്ത് وَلَقَدْ خَلَقْنَا السَّمَاوَاتِ وَالْأَرْضَ وَمَا بَيْنَهُمَا فِي سِتَّةِ أَيَّامٍ وَمَا مَسَّنَا مِن لُغُوبٍ. وَلَقَدْ ദാലിന് സുക്കൂൻ വരുമ്പോൾ അത് മുഴക്കി പറയുക. കൽക്കലയാണ്. ഖലഖ്നൽ ഖാ പറയുമ്പോൾ ശ്രദ്ധിക്കുക. ഖലഖ് ഖാഫും അവിടെ സുക്കൂനുള്ളത് കൊണ്ട് മുഴക്കിക്കൊണ്ടായിരിക്കണം. ഖലഖ്നസ് സമാവാതി വൽ അർദ്. അതിനുശേഷം ഫി സിത്തത്തി അയ്യാമിൻ വമ തൻവീനുള്ള മീമിന് ശേഷം വാവ് വന്നു, മണിച്ചുകൊണ്ട് ഇദ്ഗാം ബി ഉന്നയുടെ നിയമം പാലിക്കുക. അയ്യാമിൻ വമ. അതിനുശേഷം മിൻ ലുഗൂബ് സുക്കൂനുള്ള നൂനിന് ശേഷം ലാമ് വന്നാൽ ആ സുക്കൂനുള്ള നൂനിനെ അവ്യക്തമല്ല, നമ്മൾ മണിക്കാതെ ചേർത്ത് ലയിപ്പിച്ചോതുക. ഇത് ആ ബിലാകുന്ന മിൻ ലുഗൂബ് നോതരുത്. മിൻ ലുഗൂബ് അവസാനത്തെ അക്ഷരം ബ ആണ്, മുഴക്കിക്കൊണ്ട് തന്നെയാണ് അവസാനിപ്പിക്കേണ്ടത്. അടുത്തായിട്ട് فاصبر على ما يقولون وسبح بحمد ربك قبل طلوع الشمس وقبل الغروب. فاصبر
സ്വാദ് പറയുമ്പോൾ ശ്രദ്ധിക്കുക. ബിർ അവിടെ റാഇന് സുക്കൂനാണെങ്കിലും അതിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് കസർ വന്നതുകൊണ്ട് ആ റാ എന്നുള്ളതിന് രാ എന്ന ഉച്ചാരണം നൽകണം. ഫസ്ബിർ അലാ മാ യഖൂലൂന വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല ഖബ്ല എന്ന് പറയുന്നത് ഖബ്ല ബാഇന് സുക്കൂൻ അത് മുഖൽക്കലയാണ്, മുഴക്കിക്കൊണ്ട് പറയണം. തുലൂ ത്വാ പറയുമ്പോൾ തുലു എന്ന് പറയാം. തുലൂ ത്വാ ആണെന്ന് അറിയണം. ഖബ്ലൽ ഖുറൂബ് അവസാനത്തെ അക്ഷരം ബാ മുഴക്കിക്കൊണ്ട് തന്നെ പാരായണം ചെയ്യുക. വമിനൽ ലൈലി ഫസബ്ബിഹ്ഹു വഅദ്ബാറസ് സുജൂദ്. ഫസബ്ബിഹ്ഹു അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹാഉം ഹാഉം വരുമ്പോൾ അത് വേർതിരിച്ച് ആ ഉച്ചാരണം നമ്മൾ മനസ്സിലാക്കണം. ഫസബ്ബിഹ്ഹു അത്രയാണ് ശ്രദ്ധിക്കാനുള്ളത്. വഅദ്ബാറ അദ്ബാറ അവിടെയും ദാലിന് സുക്കൂൻ കൽക്കലയുടെ അക്ഷരം മുഴക്കിക്കൊണ്ടായിരിക്കണം അത് ഉച്ചരിക്കേണ്ടത്. അദ്ബാറസ് സുജൂദ് ദാല് കൊണ്ട് അവസാനിപ്പിക്കുമ്പോഴും മുഴക്കിക്കൊണ്ട് പാരായണം ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.